ഒരു 30-40 ഇയേഴ്സ് ഏജ് ഗ്രൂപ്പിലുള്ള ഒരാൾ. സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് സ്പോർട്സിലും ഗെയിംസിലൊക്കെ കുറച്ച് ആക്റ്റീവായിരുന്നു. മോഡറേറ്റ്ലി വലിയ കുഴപ്പമൊന്നുമില്ലാത്ത ഒരാളാണ്. അദ്ദേഹത്തിന് ഇപ്പോൾ തിരിച്ചറിയുകയാണ്, ഇപ്പോൾ നമ്മൾ സംസാരിച്ചു മസിൽസിൻ്റെയും സ്ട്രെങ്ത് ട്രെയിനിങ്ങിൻ്റെയും ഹൈപ്പർട്രോഫിയുടെയും സ്ട്രെങ്തിൻ്റെയും സ്റ്റെബിലിറ്റിൻ്റെയും ബാലൻസിൻ്റെയും ഒക്കെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി ഒരു എക്സസൈസ് പ്രോഗ്രാം അദ്ദേഹത്തിൻ്റെ ലൈഫിൽ അഡോപ്റ്റ് ചെയ്യണമെങ്കിൽ എങ്ങനെ ആയിരിക്കാം അദ്ദേഹത്തിൻ്റെ ഒരു തുടക്കം എങ്ങനെ ആയിരിക്കണം? ഡെഫിനറ്റ്ലി തുടക്കം സ്ട്രെങ്ത് ട്രെയിനിങ്ങിൽ തന്നെ പോകണം എന്നാണ്. അപ്പം നമുക്കിപ്പോൾ ഒരു 6 ഡേ സ്പ്ലിറ്റപ്പാണ്, ഒരു 6 ദിവസമാണ് വർക്കൗട്ട് ചെയ്യാൻ താല്പര്യം എന്നുണ്ടെങ്കിൽ ഒരു 3 ദിവസം കാർഡിയോ മൈൽഡ് കാർഡിയോയും 3 ദിവസം സ്ട്രെങ്ത് ട്രെയിനിങ്ങായിട്ട് വേണമെങ്കിൽ സ്പ്ലിറ്റ് ചെയ്യാം. അല്ലെങ്കിൽ വീക്ക്ലി 5 ഡേയ്സോ 4 ഡേയ്സോ ഈവൻ 4 ഡേയ്സ് ആണെങ്കിലും കുഴപ്പമില്ല, ഇറ്റ്സ് വെരി ഗുഡ്. നമുക്ക് അതിൽ സ്ട്രെങ്ത് ട്രെയിനിങ്ങും കാർഡിയോയും ഇൻ്റർമീഡിയൻ്റായിട്ട് കുറച്ച് വേണം. അത് ഒരു പാറ്റേൺ വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഫങ്ഷണലായിട്ടുള്ള എക്സസൈസ് ചെയ്ത് നമുക്കൊരു ശകലം സ്ട്രെങ്ത് ഗെയിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രോഗ്രാംസ് റീഷെഡ്യൂൾ ചെയ്യാം. നമുക്ക് ഓരോരുത്തരുടെ കപ്പാസിറ്റി അനുസരിച്ച് ഓരോരുത്തരുടെ ഗോൾ അനുസരിച്ച് നമുക്ക് ചിലപ്പം ഡോക്ടർ പറഞ്ഞ പോലെ ബാലൻസ് ഒരു ഭയങ്കര വാസ്റ്റായിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. വയസ്സാവും തോറും ഫോൾ റേഷ്യോ നമുക്കിപ്പം ജേർണൽസ് നോക്കിക്കഴിഞ്ഞാൽ ഫോൾ റേഷ്യോ ഭയങ്കരമായിട്ട് കൂടി വരുന്ന ഒരു കാലഘട്ടമാണ്. ഫോൾ ഇഞ്ചുറി തന്നെയാണ് one of the top 5 ലീഡിങ് കോസസ് ഓഫ് ഡെത്ത്. അപ്പോൾ ഈ ഫോൾ ഇഞ്ചുറീസ് പ്രിവെൻറ്റ് ചെയ്യാൻ തന്നെ നമുക്ക് ഒരുപാട് എക്സസൈസസ് നമുക്ക് ചെയ്യാം. അപ്പോൾ ഇത് ഒരാൾ വരുന്നെങ്കിൽ അദ്ദേഹത്തിന് അസസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 50 വയസ്സ് മുകളിലുള്ള ഒരാൾ വന്നു, ഒരു ലേഡി പേഷ്യൻ്റാണ്, കുറച്ച് ഒബീസാണ്, ഈ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ, കുറച്ച് ഫോളിൻ്റെ ഇഷ്യൂ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആംഗിളിൻ്റെ പ്രോപ്രിയോസെപ്ഷൻ എന്ന് പറയും, ജോയിൻറ്റിൻ്റെ സെൻസാണ്, ആ ജോയിൻറ്റിന് കറക്റ്റായിട്ടുള്ള ഒരു സെൻസ് ഇല്ല, നമുക്ക് നിന്ന് ചിലപ്പം സ്റ്റെപ്പ് ഇറങ്ങി വരുമ്പോഴത്തേക്കും കാല് മടന്നി വീഴുന്നു പോകുന്നു. ഇതിനെല്ലാം നമുക്ക് കറക്റ്റായിട്ട് റീഹാബ് ഷെഡ്യൂൾ ചെയ്ത് എക്സസൈസ് സ്ട്രെങ്തനിങ് പ്രോഗ്രാമും മൊബിലിറ്റി പ്രോഗ്രാമും ബാലൻസ് പ്രോഗ്രാമും നമുക്ക് ചെയ്യാൻ പറ്റും. വ്യായാമത്തെക്കുറിച്ചുള്ള സംഭാഷണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലായ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, വ്യായാമം എന്ന് പറയുന്നത് വളരെയധികം റിസർച്ച്ഡ് ആയിട്ടുള്ള, അതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്, മെഡിക്കൽ ബെനിഫിറ്റ്സ് ഒക്കെ വളരെ റിസർച്ച്ഡ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ഈ വിഷയത്തെക്കുറിച്ച് മനസ്സിലാക്കിയിട്ട് ഒരു ശാസ്ത്രീയമായ വ്യായാമം, ഒരു നല്ല ഐഡിയലി ഒരു ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു എക്സസൈസിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ ഹാർമണിയിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ആൾക്കാരോട് പറഞ്ഞു കൊടുക്കുന്നത് ഒരു എക്സസൈസ് പിരമിഡിനെ കുറിച്ചിട്ടാണ്. ഞാൻ ഈ പിരമിഡിൽ വരുന്ന ഘടകങ്ങൾ എന്താണെന്നും അതിൻ്റെ ഔട്ട്പുട്ട്സ് അല്ലെങ്കിൽ ബെനിഫിറ്റ് എന്താണെന്നൊന്ന് പറയാം. അപ്പം പിരമിഡ് ആകുമ്പോഴത്തേക്ക് ദർ വിൽ ബി എ ബേസ്. തീർച്ചയായിട്ടും ബേസാണ് എൻ്റെ ഏറ്റവും പ്രാധാന്യമുള്ളതും ഏറ്റവും സ്ട്രോങ് ആവേണ്ട സാധനം. ഒരു വ്യക്തിയുടെ എക്സസൈസ് പ്രോഗ്രാമിൻ്റെ ഏറ്റവും വലിയ ഫൗണ്ടേഷൻ സ്ട്രെങ്ത് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അദ്ദേഹം ചെയ്യുന്ന സോൺ 2 എക്സസൈസാണ്. സോൺ 2 എക്സസൈസ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു ജനറലായിട്ട് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഹാർട്ട് റേറ്റ്, കുറച്ചുകൂടെ പ്രിസൈസ് ആയിട്ടുള്ള സയൻറ്റിഫിക് അപ്രോച്ചസ് വന്നിട്ടുണ്ട്, എന്നാലും ഒന്ന് പൊതുവായി മനസ്സിലാക്കാനാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഹാർട്ട് റേറ്റ് 182 മൈനസ് ഏജ്, അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ പ്രായത്തിൽ 182 കുറച്ചാൽ എത്രയാണോ ഹാർട്ട് റേറ്റ് കിട്ടുന്നത് ആ ഹാർട്ട് റേറ്റ് എത്തിക്കുന്ന രീതിയിലുള്ള ഒരു മോഡറേറ്റ് കൈൻഡ് ഓഫ് കാർഡിയോ വാസ്കുലർ ആക്ടിവിറ്റി. നടത്തമായിരിക്കാം, ഓട്ടമായിരിക്കാം, അല്ലെങ്കിൽ സൈക്ലിംഗ് ആയിരിക്കാം, റോയിങ് ആയിരിക്കാം, എലിപ്റ്റിക്കലായിരിക്കാം, സ്റ്റെപ്പ് ക്ലൈമ്പിംഗ് ആയിരിക്കാം, ഈവൻ ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ആയിരിക്കാം. ഇത്തരത്തിൽ ആ ഒരു ഹാർട്ട് റേറ്റ് എത്തി അതൊരു 45 മിനിറ്റ്സ് എങ്കിലും മിനിമം മെയിൻറ്റെയിൻ ചെയ്യാവുന്ന എക്സസൈസുകളാണ് സോൺ 2 എക്സസൈസസ് എന്ന് പറയുന്നത്. ഈ സോൺ 2 എക്സസൈസിൻ്റെ പ്രധാനപ്പെട്ട ബെനിഫിറ്റ് നമ്മുടെ എൻഡ്യൂറൻസാണ്, നമ്മുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്ന, ശരീരത്തിൻ്റെ ശാരീരിക ക്ഷമത വർദ്ധിപ്പിക്കുന്ന വ്യായാമങ്ങളാണ് സോൺ 2 എക്സസൈസ്. അതാണ് എക്സസൈസിൻ്റെ ഫൗണ്ടേഷൻ. അതിന് തൊട്ട് മുകളിൽ വരുന്ന പ്രധാനപ്പെട്ട ഒന്ന് റെസിസ്റ്റൻസ് ട്രെയിനിങ്ങുകളാണ്. റെസിസ്റ്റൻസ് ട്രെയിനിങ്ങിൻ്റെ പ്രധാനപ്പെട്ട ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ പേശികൾക്കുണ്ടാകുന്ന വളർച്ച, മസിൽ ഹൈപ്പർട്രോഫിയും ശരീരത്തിന് കിട്ടുന്ന ശക്തിയുമാണ്, സ്ട്രെങ്തുമാണ്. മസിൽ ഹൈപ്പർട്രോഫിയും സ്ട്രെങ്തുമാണ് ശരിക്കും റെസിസ്റ്റൻസ് ട്രെയിനിങ് ഉണ്ടാക്കി തരുന്നത്. പക്ഷേ തീർച്ചയായിട്ടും ഈ എക്സസൈസുകളൊക്കെ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ മൊബിലിറ്റി കൂട്ടണം, ഫ്ലെക്സിബിലിറ്റി കൂട്ടണം, സ്റ്റെബിലിറ്റി കൂട്ടണം, ബാലൻസ് കൂട്ടണം, അതെല്ലാം കൂടെ കമ്പൈൻഡ് ആവും. ഈ പിരമിഡിൻ്റെ ടോപ്പ് എന്ന് പറയുന്നത് VO2 മാക്സ്, അതായത് നമ്മൾ ആ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉള്ളിലോട്ടെടുക്കുന്ന ഓക്സിജൻ്റെ മാക്സിമം യൂട്ടിലൈസേഷൻ സാധ്യമാകുന്ന രീതിയിലുള്ള ഇൻറ്റൻസിറ്റിയിലുള്ള എക്സസൈസുകളാണ്. ഇപ്പോൾ ഹൈ ഇൻറ്റൻസിറ്റി ഇൻ്റർവൽ ട്രെയിനിങ് ഒക്കെ അതുപോലെയാണ്. ശാസ്ത്രീയമായ രീതികൾ പറയുന്നത് ഈ സോൺ 2 എക്സസൈസസ് അറ്റ്ലീസ്റ്റ് 45 മിനിറ്റ് വീണ്ടും ദൈർഘ്യമുള്ള സോൺ 2 എക്സസൈസ് ആഴ്ചയിൽ മിനിമം 3 തവണയെങ്കിലും ഉണ്ടാകണം. റെസിസ്റ്റൻസ് ട്രെയിനിങ്, മസിൽസിൻ്റെ വളർച്ചയെയും മസിൽസിൻ്റെ ശക്തിയെയും ഉണ്ടാക്കുന്ന റെസിസ്റ്റൻസ് ട്രെയിനിങ് ആഴ്ചയിലൊരു
ഒരു 2 to 3 ടൈംസ് മിനിമം 3 തവണയെങ്കിലും ആഴ്ചയിൽ പെർഫോം ചെയ്യാൻ സാധിക്കണം. ആഴ്ചയിൽ 1 തവണയെങ്കിലും VO2 മാക്സ് ഹൈ ഇൻറ്റൻസിറ്റി ഇൻ്റർവൽ ട്രെയിനിങ് ചെയ്യണം എന്നാണ് എൻ്റെ കണക്കുകൾ പറയുന്നത്. ഇതാണ് ഒരു ഏറ്റവും ശാസ്ത്രീയമായ വ്യായാമങ്ങൾ എന്ന് പറയുന്നത്. പക്ഷേ വിനയ് ഈ നമ്മളുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഒരു പക്ഷേ ഇത്തരമൊരു മാതൃകാപരമായ എക്സസൈസ് ഞാനിപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനത്തെ ഒരു ലെവൽ ഹിറ്റ് ചെയ്യാനാണ്. ഒരു പക്ഷേ എനിക്ക് തോന്നി ഞാൻ അതിൻ്റെ അടുത്ത് എത്തിക്കൊണ്ടിരിക്കുന്നു. തീർച്ചയായിട്ടും അതിനകത്ത് വിനയുടെ സപ്പോർട്ട് വളരെയധികം ഉണ്ടായിരുന്നു. പക്ഷേ ഒരു തുടക്കക്കാരന് ഇങ്ങനത്തെ ഒരു ഐഡിയൽ ആയിട്ടൊരു എക്സസൈസ് പ്രോഗ്രാമിലോട്ട് എത്തിക്കാൻ സാധിക്കുകയാണെങ്കിൽ അദ്ദേഹം എവിടെ നിന്ന് തുടങ്ങണം? അതൊരു നല്ല ചോദ്യമാണ്. ഇത് ആക്ച്വലി ഇതൊരു നല്ല മാതൃകയാണ്. നമുക്ക് ഇത് ആക്ച്വലി ഇത് ഒരു പേഴ്സൺ ഇതിലോട്ട് എത്തിക്കഴിഞ്ഞാൽ ദാറ്റ്സ് ഗുഡ്. കാര്യം ഒരു ദിവസം HIIT ചെയ്യുക, ബാക്കി എൻഡുറൻസ്, ബാക്കിയുള്ള സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്യുക, ഇതൊക്കെ ഇപ്പം ഇത് നമുക്ക് കുറച്ച് കൺവെൻഷന് ബ്രേക്ക് ചെയ്തുകൊണ്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പം നമ്മുടെ പലസ്ട്രയിൽ നമ്മുടെ ക്ലിനിക്കിലാണെങ്കിലും നമ്മൾ ഈ ക്യൂബിക്കിളിലിരുന്ന് പേഷ്യൻറ്റിനെ നോക്കുന്നതിനേക്കാളും ഡോക്ടറിനറിയാം നമ്മൾ ഒരു ഓപ്പൺ ജിം ഫോമാറ്റാണ്. അപ്പോൾ പല ആൾക്കാരും പല പേഷ്യൻസും വന്നിട്ട് ഇതൊരു ജിമ്മല്ലേ, ഇവിടെയാണോ എക്സസൈസ്? അതെ, തീർച്ചയായിട്ടും നമുക്ക് അപ്പോൾ ഇതിൽ വളരെ അൺകൺവെൻഷനലായിട്ട് നമ്മൾ ചെയ്തെങ്കിലും പക്ഷേ ഇതിൻ്റെ ഒരു സൈക്കോളജി വളരെ ഒരു വർക്കൗട്ട് ചെയ്യുന്നതായിരുന്നു. എനിക്ക് വിനയ് പറഞ്ഞപ്പോൾ ഓർമ്മ വന്നു. ഞാൻ എൻ്റെ മുട്ടിൻ്റെ പ്രോബ്ലമായിട്ട് റീഹാബിന് വന്നപ്പോൾ ആദ്യത്തെ 1-2 ദിവസം ഞാൻ ഫിസിയോയ്ക്ക് പോകുന്നതാണ് പറഞ്ഞത്. പക്ഷെ പിന്നീട് ഞാൻ എൻ്റെ ഭാഷ ഞാൻ അറിയാതെ എവിടെ പോകും, ഞാൻ ജിമ്മിൽ പോകും. അതാണ് ടെക്നിക്. അതായത് ഇതിൻ്റെ ഒരു ചെറിയൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്യൂബിക്കിളിൽ നമ്മൾ ഒരാളെ നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പോഴത്തേക്കും ദ പേഷ്യൻറ്റ് ഫീൽസ് ദാറ്റ് ഹീസ് എ പേഷ്യൻറ്റ്. സോ വെൻ ഹി കംസ് ഔട്ട് ഓഫ് that thing, that cubicle, and starts working out in a gym situation, and psychology complete മാറി. അതെ, ഈവൻ ദോ അതേഴ്സ് ആർ പേഷ്യൻസ്, അവരെല്ലാവരും ഈ വെയ്റ്റ്സ് ഒക്കെ വർക്കൗട്ട് ചെയ്ത്. ഇപ്പം വിനയ് പറഞ്ഞപ്പോൾ എനിക്ക് വളരെ പവർഫുൾ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് വന്നു. ഈ പലരും എന്നോട് പറയാനുണ്ട്, ഈ ജിമ്മ് എന്ന് പറയുന്നത് അതൊക്കെ സ്ഥിരമായിട്ട് അവിടെ പോയിട്ട് മസിൽ ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതല്ലേ ജിം? ശരിക്കും പറഞ്ഞാൽ ആക്ച്വലി ജിം ആർക്ക് വേണ്ടിയുള്ളതെന്ന് ചോദിച്ചാൽ ഇന്നേ വരെ പേശികളൊന്നും ഡെവലപ്പ് ചെയ്യാത്ത ആൾക്കാർക്ക് വേണ്ടിയുള്ള സ്ഥലമാണല്ലോ ജിം. സോ ഒരു കാര്യം ഇതിൽ നിന്ന് വളരെ വ്യക്തമായി. വി ഹാവ് ദ സയൻസ് ആൻഡ് വി ഹാവ് ദ പീപ്പിൾ. ഈ സയൻസും അതിനെ സപ്പോർട്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വ്യക്തികളും ഇന്ന് നമ്മളുടെ പൊതുസമൂഹത്തിൽ ഇഷ്ടം പോലെ അവൈലബിൾ ആണ്. അതെ. ആൻഡ് എനിക്ക് ഡെഫിനറ്റായിട്ട് പറയാൻ സാധിക്കും, ഇപ്പോൾ വിനയ് ഇന്നിപ്പോൾ ഹാർമോണിയുടെ പാനലിലുള്ള ഒരാളാണെങ്കിലും എൻ്റെ പേഴ്സണൽ ഹെൽത്തിൽ വിനയ്ക്കും അല്ലെങ്കിൽ വിനയുടെ സയൻസിനും ഉണ്ടാക്കാൻ സാധിച്ച സ്വാധീനം മനസ്സിലായ രീതിയിൽ ഞാൻ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും പറയുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ. പ്ലീസ് മേക്ക് യൂസ് ഓഫ് ദി സയൻസ് ആൻഡ് അഡോപ്റ്റ് ദി സയൻസ് ആസ് എ പാർട്ട് ഓഫ് യുവർ ലൈഫ് സ്റ്റൈൽ. സോ ദാറ്റ് ഇപ്പോൾ പറഞ്ഞ പോലെ ഒരു 3 ദിവസം നിങ്ങളുടെ പേശികൾക്ക് വേണ്ടി മാറ്റിവെച്ച് ബാക്കി 2-3 ദിവസം സ്ട്രക്ചറായിട്ടുള്ള കാർഡിയോ വാസ്കുലർ ഹെൽത്തിന് മാറ്റിവെച്ച് കുറച്ച് മൊബിലിറ്റിയും കുറച്ച് സ്റ്റെബിലിറ്റിയും ബാലൻസും ഒക്കെ ഇമ്പ്രൂവ് ചെയ്തിട്ട് ഒരു ലൈഫ് സ്റ്റൈലിലോട്ട് മാറാൻ സാധിച്ചാൽ നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ്, ജീവിതത്തിൻ്റെ ഗുണനിലവാരവും അതുപോലെ തന്നെ നമ്മളുടെ ഹെൽത്ത് സ്പാനും. ഇപ്പോൾ ഒരു 70 വയസ്സ് 80 വയസ്സ് വരെ ജീവിച്ചിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അവസാനത്തെ 10-20 വർഷം നടക്കാനും വയ്യ, പുറത്തൊന്ന് യാത്ര ചെയ്യാൻ വയ്യ, കാറിൽ കയറാൻ വയ്യ, കാറിൽ നിന്ന് ഇറങ്ങാൻ വയ്യ, പടികൾ കയറാൻ വയ്യ, അല്ലേ? ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ലോകത്ത് എവിടെ വേണോ സഞ്ചരിക്കാൻ പറ്റുന്ന സൗകര്യങ്ങളോട്ട് എത്തിക്കഴിഞ്ഞു. അതൊന്നും ചെയ്യാൻ പറ്റാത്തൊരു ജീവിതമായിട്ട് നമ്മൾ മാറേണ്ട ആവശ്യമില്ല. അതെ.